ഒരു തീരുമാനം എടുക്കൂല, ഒരു അറസ്റ്റും ചെയ്യില്ല. അതെന്താ? തൃശ്ശൂർ ജയിക്കണം BJPക്ക്. അതിന് CPM നേതാക്കന്മാരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി മാസപ്പടി വിവാദം എവിടെ പോയി മാസപ്പടി വിവാദം? ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ മാസപ്പടി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ആലുവയിലെ CMRL മാത്രമല്ല നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നിങ്ങളുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തിരിക്കുന്നത്? സ്ഥാപനത്തിലേക്ക് എന്തിനാണ് അവർ നിങ്ങൾക്ക് പൈസ തന്നത്? എന്തിനാ പൈസ തന്നത്? നിങ്ങൾ എന്തെങ്കിലും ആനുകൂല്യം അവർക്ക് കൊടുത്തിട്ടുണ്ടോ? മറുപടി പറഞ്ഞോ മുഖ്യമന്ത്രി? കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ശ്രീ പിണറായി വിജയനെ. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 5 ചോദ്യങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് മറുപടി പറയും. ഇപ്പൊ ഭയങ്കര ചൂടിലാണ്, ദേഷ്യത്തിലാണ്. മാധ്യമപ്രവർത്തകൻ മാസപ്പടിയെ കുറിച്ച് ചോദിച്ചു. ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞു, രണ്ടാമത് വിശദീകരണം ചോദിച്ചപ്പോൾ പറഞ്ഞു തനിക്ക് ചെവി കേൾക്കില്ലടോ എന്ന് ചോദിച്ചു. ഏതോ ഒരു പാവം പെൺകുട്ടി മുഖ്യമന്ത്രി നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എമ്മാതിരി വർത്താനൊന്നും വേണ്ട ആ കൊച്ചിനോട്. ഇതുപോലെ ഒരു യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോടും പറഞ്ഞു എമ്മാതിരി വർത്താനൊന്നും വേണ്ടെന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് ചൂടാകാതെ പറഞ്ഞ് ഇമ്മാതിരി വർത്താനം ഇങ്ങോട്ടും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ മിണ്ടിയില്ല. പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ അങ്ങ് കൊടുത്താൽ മതി വേണ്ട രീതിയിൽ. ആളുകളോടൊക്കെ ചൂടാണ്. ചൂടാകാതെ ചിരിച്ചുകൊണ്ടാണെങ്കിലും വിഷമിച്ചുകൊണ്ടാണെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയണം. മുഖ്യമന്ത്രി അധികാരസ്ഥാനത്തിലിരിക്കുന്ന ഒരാളാണ്. അധികാരത്തിലിരിക്കുന്നവരോട് പ്രതിപക്ഷത്തിരിക്കുന്നവർ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയണം, പറഞ്ഞേ മതിയാവും. അല്ലെങ്കിൽ ജനങ്ങൾ പറയും മറുപടി. ഇവിടെ കേരളീയത്തിന് പണം പിരിച്ചു, നവകേരള സദസ്സിന് പണം പിരിച്ചു. ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു, ആരൊക്കെ പണം തന്നു? അത് ടാക്സസിന്റെ കമ്മീഷൻ ഇറക്കിയ പിരിവ്, ഉദ്യോഗസ്ഥന്മാരുടെ പിരിവ. ആരൊക്കെ പണം തന്നു? വിവരമില്ല, ആർക്കും വിവരമില്ല. വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിച്ചു, അതിനും വിവരമില്ല. അപ്പൊ ഈ പണമെല്ലാം എവിടെ നിന്ന് കിട്ടി? ആർക്കെല്ലാം ഫേവർ ചെയ്ത് കൊടുത്തിട്ടാ കിട്ടിയത്? 7 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് അല്ലേ? ഇപ്പൊ ഒരെണ്ണം കൊടുക്കുന്നു, 2 കൂടി കൊടുക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, 3 കിട്ടിയാൽ 4800 രൂപ ആയില്ലെന്ന്. 7 കൊടുക്കാതിരുന്നിട്ടാണ് 3 കൊടുക്കാൻ പോകുന്നത്. മനസ്സിലായ? CP ജോൺ ഇരിക്കുന്നു. CP ജോൺ 24 മണിക്കൂർ ഉപവാസം നടത്തി. എന്തിനാണെന്നറിയോ? ക്ഷേമനിധി ജോയിൻ ചെയ്തവർക്ക് 45 ലക്ഷം പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല, പെൻഷൻ അടക്കം. 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. 1 കോടി ആളുകളാണ്. ഒരു പണവുമില്ല കയ്യിൽ. 50,000 രൂപയെ കൂടുതലുള്ള ചെക്ക് മാറില്ല. ഓട പണിയാൻ കാശില്ല, പുല്ല് വെട്ടിയെ കൊടുക്കാൻ കാശില്ല, ഉച്ചഭക്ഷണത്തിന് കൊടുക്കാൻ കാശില്ല. നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടോ? കിട്ടില്ല, പുറത്തേക്ക് എഴുതി തരും. മരുന്ന് മേടിച്ചതിന്റെ കാശ് കൊടുത്തിട്ടില്ല. നിങ്ങൾ കാരുണ്യ കാർഡുമായി സ്വകാര്യ ആശുപത്രി പോയാൽ എടുക്കുവോ കാരുണ്യ കാർഡ്? 1500 കോടി സ്വകാര്യ ആശുപത്രിക്ക് കൊടുക്കാനുണ്ട് കാരുണ്യ പദ്ധതിയിൽ, കിട്ടില്ല. ഇവിടെ മാവേലി സ്റ്റോറിൽ പോയി സാധനം വാങ്ങിച്ച സബ്സിഡിയുള്ള സാധനം കിട്ടുമോ? കിട്ടില്ല. ആകെ ഒരു സ്ഥലത്തും പണം കൊടുക്കാനില്ല. അതാ കഹാർജി പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ധനകാര്യ മന്ത്രിക്ക് ഭയങ്കര വിഷമമായി. അല്ലെ ബജറ്റിലൊക്കെ മറുപടി. ഞാൻ പറഞ്ഞു, ഞാനത് പറയാൻ കാര്യം എൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട് ഇഷ്ടംപോലെ. ഈ പൂച്ച പ്രസവിക്കാൻ നോക്കുമ്പോൾ ഞാൻ 2 ദിവസം ശ്രദ്ധിക്കണം. നമ്മൾ പൂച്ച ഉള്ളവർക്കൊക്കെ അറിയാം, ഇങ്ങനെ പരിഭ്രാന്തിയായിട്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ആരും വരാത്തൊരു സ്ഥലം കണ്ടുപിടിക്കും, ആരും കാണാത്തൊരു സ്ഥലം കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് അവിടെ പ്രസവിക്കും. ഇപ്പൊ കേരളത്തിൽ ആരും കാണാത്ത, ആരും വരാത്ത, ഒന്നുമില്ലാത്ത പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? കേരളത്തിന്റെ ഖജനാവ് മുടിപ്പിച്ചിരിക്കുകയാണ്. മുടിപ്പിച്ചു മുഴുവൻ. ഒന്നിനും മറുപടി പറയില്ല. ക്യാമറ കൊണ്ടുപോയി കാശ്.
ആ ക്യാമറയിലാണെങ്കിൽ ആ തിരുവനന്തപുരത്തെ ചാക്കയിലും കൊല്ലത്തെ ആ കൊച്ചിനെ രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോയി. ഈ ക്യാമറയിൽ വന്നില്ല. ആ ക്യാമറയിൽ അത് കിട്ടിയില്ല. എന്തുട്ട് ക്യാമറയാണിത്? ആ ക്യാമറ വന്നില്ലല്ലോ. കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല, കണ്ടുമില്ല. കെ ഫോൺ എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയോ? കാശ് പോയി 1500 കോടി കാശ് പോയി. നമ്മുടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ 1032 കോടി രൂപയുടെ അഴിമതി. കിട്ടാവുന്നതെല്ലാം കൈയിട്ട് വാരി കമന്ന് വീണാൽ കാപ്പണമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ ഇത്രയും വിഷമിച്ചിരിക്കുക. എല്ലാവർക്കും ജപ്തി നോട്ടീസാ ബാങ്കിൽ നിന്നെല്ലാം. ആളുകൾ പ്രയാസപ്പെട്ടിരിക്കുക. പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല, DA-യും ഇല്ല, ഒന്നുമില്ല, ഒരു കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ട സഹായം സർക്കാർ ചെയ്യുന്നുണ്ട്. 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 1 പ്രാവശ്യം വെള്ളക്കരം കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, എല്ലാ സേവന ചാർജുകളും വർദ്ധിപ്പിച്ചു. എന്നിട്ടും മതി വരാഞ്ഞ് മാവേലി സ്റ്റോറിൽ സാധനം ഇല്ലെങ്കിൽ എന്താ, അവിടെ വരാൻ ഭാവിയിൽ പോകുന്ന സാധനത്തിന്റെ വില 50% കൂട്ടി. അത്രേ പറ്റിയുള്ളൂ ഒരു കൊല്ലം കൊണ്ട്. അത്രേ പറ്റിയുള്ളൂ. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരാൻ പോവാ. അപ്പോൾ ഇവര് കേരളത്തെ തകർത്ത ഭരണമാണ്. അഹങ്കാരത്തിന് വില കുറവുണ്ടോ? അഹങ്കാരത്തിന് കുറവുണ്ടോ? എന്താണ്? ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിൽ. മുഖ്യമന്ത്രിയാണ് തണൽ വിരിച്ചു കൊടുക്കുന്നത്. മുഖ്യമന്ത്രി തണലാണ് എല്ലാവർക്കും. SFI-കാർ ചെയ്തത് കണ്ടില്ലേ? ആ സിദ്ധാർത്ഥിന്റെ ഈ നിയോജക മണ്ഡലമല്ലേ ഒരച്ഛന്റെയും അമ്മയുടെയും സ്വപ്നം. അവനെ ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവര് തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ഈ പോലീസ് അതെല്ലാം മറച്ചുവെച്ചു. SFI ക്രിമിനലുകൾക്ക് എനിക്ക് ഏറ്റവും സങ്കടം വന്നത് ആ കുഞ്ഞ് അമ്മയെ കാണാൻ തിരുവനന്തപുരത്തേക്ക് വരിക. കൊച്ചിയിലെത്തിയപ്പോ അവനോട് ഇവര് പറയാ, നീ തിരിച്ചു വരണം, പേടിപ്പിക്കുക.